ശശിധരൻ. ഭരതനായരുടെ മകനാണ്. ചാലക്കുടി കുറുവിലക്കാവിലുള്ള. ചേർത്തലയിലല്ലേനോ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ഇത് തന്നെയല്ലേ? ഇപ്പോഴാ ഞങ്ങളിതെല്ലാം അറിയുന്നത്. അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വേഗം ഇങ്ങോട്ട് വണ്ടി കയറി. ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് വല്ലാതെ വൈകിക്കാൻ നിൽക്കാതെ നമുക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ ശശേര ഇരിക്കേ, ഞാനൊന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. മോൻ അപ്പോഴത്തേക്കും വരും. നമുക്ക് വന്ന ഉടനെ അങ്ങ് ഇറങ്ങാം. വേഗം വരാം. നീ ഇപ്പൊ എന്താ എങ്ങോട്ട് കയറി പോകുന്നത്? താനേതാ? അച്ഛൻ്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? അത് 3000 ശശി വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. ഓ ആ, അച്ഛൻ കഞ്ഞി കുടിക്കാറുണ്ടോ? അല്ല, അച്ഛൻ കഞ്ഞി കുടിക്കുന്നത് കാണാറുണ്ടോ? കാണാറൊന്നുമില്ല. കുടിച്ചു കഴിയുമ്പോൾ നേഴ്സ് പാത്രം കൊണ്ടുവന്നവരും. ആ അല്ല, വേറൊന്നല്ല. ചിലപ്പോൾ ആൾ പണ്ട് തന്നെ ടാറ്റ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എത്തിക്കണം. ഇവർ വെറുതെ കിടത്ത് ചികിത്സിക്കുന്നേ. ചില പ്രൈവറ്റുകാരൻ നമ്മങ്ങൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല സുഭാഷേ. അല്ല, മറ്റേ ആ പ്രാർത്ഥനാ മെഡിസിറ്റിയിലായിരുന്നെങ്കിലേ ജീവൻ പോയാലും പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അവർ ആളെ തിരിച്ചു കൊണ്ടുവരും. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ശശി വരുമ്പോൾ ഞാൻ പറയാം. ശശിയേട്ടനോട് പോയി അരിമ്പൂര് പോയേക്കോ? അല്ല, ഇപ്പോൾ വരുമല്ലോ അല്ലേ? അല്ല, ഇവിടെ എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിൽക്കാം. വേണ്ട, സുഭാഷ് പൊക്കോ. അല്ല, എനിക്കങ്ങനെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടെ. അല്ല വേണ്ട, കുഴപ്പമുണ്ടായിട്ടല്ല. സുഭാഷ് പൊക്കോ. ആ, എന്നാ പിന്നെ അച്ഛനടുത്തൊന്ന് ബായ് പറഞ്ഞിട്ടേ ഇറങ്ങിയേക്കാം. പോട്ടെ മോനെ. ബായ്. അമ്മേ, ബാഗ് ഞാൻ പിടിച്ചോളാം. നമ്മുടെ ദേഹത്തി വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ശശിയേട്ടാ, ആ ശശിയേട്ടാ, ഇവിടെ ഞാനാ. വന്നിട്ടുണ്ട്. വരൂ വരൂ. ശശിയേട്ടാ, ഞാൻ നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് കുറേ വിളിച്ചു. നിങ്ങൾ കേട്ടില്ലേ? നമസ്കാരം. ആ നമസ്കാരം. അല്ല, ഞാൻ വന്നതേ ആ പ്രാർത്ഥന മെഡിസിറ്റിന്റെ മറ്റേ കാര്യം. ആരാ മനസ്സിലായില്ല? ചെറിയ. ഓ, അരിമ്പൂരുള്ള. അതെ അതെ. അരിമ്പൂരുള്ള. ആ, പെട്ടെന്ന് കത്തിയില്ല. സാരമില്ല. എന്നാ പിന്നെ വേറെ ഒന്നുമില്ല ചേട്ടാ. ഞാൻ വേറൊന്നുമില്ല. അങ്ങോട്ട്. ഓക്കെ. ചോപ്പായിരുന്നില്ലേ?
അല്ല നേരത്തെ ഷർട്ട് ചോപ്പായിരുന്നു. അല്ല ഇവൻ കാലത്തോട്ട് എങ്ങനെയാ? ആണോ? ആണല്ലേ? ആണല്ലോ. ഞാനത് ശരി ശരി ഞാനങ്ങട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരായിക്കോളൂ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി അവരവിടെ ഇരുന്നോട്ടെ. എന്തായാലും കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരാൾ വേണ്ടേ? വേണമെന്നില്ല. പ്രായമായ ഒരു മോനൊക്കെ ഉണ്ട് അവർക്ക്. അതിന് ആ ചെറുക്കനാണെങ്കിൽ ഇവന്റെ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോരുത്. രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാരെ ഏറ്റെടുത്തോളൂല്ല. എടാ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലേ? ഒരു വ്യത്യാസമില്ല. ടിറ്റു കോപ്പി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. ആകെ ഈ മുടിയിൽ മാത്രം കുറച്ച് വ്യത്യാസം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ. ആ എന്നാ ഇവള് പോയി നിൽക്കട്ടെ. ചേച്ചിക്ക് അറിയത്തില്ലേ, ആശുപത്രിയുടെ മണം തട്ടിയാൽ തന്നെ എന്റെ പാതി ബോധം പോവും അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുള്ളതാ. ആ എന്നാ നീ പൊക്കോ. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, ഒരു സപ്പോർട്ടായിട്ട് വന്നേക്കൂ. എന്തായാലും എന്നെ ഇനി ആരും നോക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല. എടാ നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ആശുപത്രിയിലേക്ക് എന്നല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. സുഭാഷ കണ്ടിട്ട് പോയേക്കുന്നേ. എനിക്കാണെങ്കിൽ ഇവന്റെ മോന്ത കാണുമ്പോ മതിലെ പിടിച്ചിട്ട് ഒരയ്ക്കാനാ തോന്നുന്നു. പക്ക. ഇപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടല്ലേ? സുന്ദരൻ നോക്കി രസിച്ചോ. ഇനി ഇത് മതി നിന്റെ ലുക്ക്. അതെ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് ചെല്ല്. ഞാനത് കൊടുത്തിട്ടുണ്ട്. ശരി. വാ. റെഡിയാ? ഇത് മതിയാവും. മതി, ട്രയൽ അടിക്കാതെ മതി എന്ന് ചേട്ടൻ പറഞ്ഞേ. ആ നിങ്ങൾ ശശിയേട്ടൻ എന്ന് പറഞ്ഞു. ആൾ ഇതുവരെയായിട്ടും കൂടി തിരിഞ്ഞു നോക്കിയാ. അവന്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ല. അവൻ അവിടെ ഓടണം ഇവിടെ ഓടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് വരിയിലാണ്? ഇതിലെല്ലാം അതോട്ടാ ശശിയേട്ടൻ്റെ കാര്യത്തില്. അതെ, നമുക്ക് എന്തായാലും ശശിയേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ആള് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പണിയെന്ന് പറഞ്ഞാ നീ തുടങ്ങുന്നു. ഞാനതേ ആൾക്കാരിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള വഴി നോക്കട്ടെ. നീ ആ ഹരിനെയും സുനിലും വിളിച്ചിട്ടേ ഒരു റൗണ്ട് ഇറങ്ങാൻ പറ്റുമോ നോക്ക്. എടാ ഇവിടെ ഒരു കുരിപ്പിട്ട വന്നായിരിക്കും. അതോട്ടാ എന്താ ഈ ശശിയേട്ടൻ മൊത്തത്തിലൊന്ന് മുങ്ങിയെടുക്കുന്ന ഫീലില്ലേ? എന്ത് മുങ്ങി കിടക്കണ്? നീയല്ലേ അവൻ ആശുപത്രിയിൽ വെച്ച് കണ്ടു സംസാരിച്ചത്? അല്ല അതൊക്കെ ഓക്കെ, എന്നാലും എന്തോ ഒരു കള്ളലക്ഷണമുള്ള പോലെ. ആർക്ക്? അതോട്ടാ ഈ ശശിയേട്ടൻ അനിയല്ലേ അനി, ഞാൻ അവൻ ആശുപത്രിയിൽ വെച്ചിട്ട് 2 സ്ഥലത്ത് ഒരേ സമയം മാറി മാറിക്കും. അതിലെന്തൊരു ബന്ധി കേട്ടില്ലേ? അതിലെന്ത് ബന്ധികേട്? ഈ ഭരതൻ നായർക്ക് വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ എന്നൊരു. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്ത് സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതോട്ടാ ഞാൻ ആ ചെറുക്കനെ ആശുപത്രിയിൽ വെച്ച് 2 സ്ഥലത്ത് ഒരേ സമയം കണ്ടു. എടാ അങ്ങനെ നോക്കണമെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരേ സമയം നീ ഉണ്ടായില്ലേ? അപ്പൊ നീ രണ്ടെണ്ണ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. 2 ഇടത്ത് രണ്ടത്. ഒരാള് എന്നെ വേറെ എടുത്ത് വെച്ചോണ്ട ഞാൻ 2 പറയും. നാളെ ഹർത്താലാവെന്നൊക്കെ പറയണേ. അയ്യോ, അപ്പൊ ഞങ്ങളിവിടെ പെട്ടുപോവോ? ഏയ് അങ്ങനെ സ്ട്രോങ് ആകാനൊന്നും വഴിയില്ല. ആ നേഴ്സ് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കാം. ശിവനെ വിളിച്ചാ. ശശിയേട്ടാ, ആരാ ഇവിടെ ഐസിയിൽ കിടക്കണേ? ഇപ്പോൾ വിളിക്കാം, ഒരു മിനിറ്റ്. എന്തേ? ഞാൻ 2 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. കാര്യം ശരിയാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കണതൊക്കെ. എന്ന് വെച്ച് അച്ഛൻ ഈ അവസ്ഥയിൽ ഐസിയിൽ കിടക്കുമ്പോ നീ വറുത്തതും ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശശിയേട്ടന്? വീട്ടിലാണെങ്കിൽ ഓക്കെ, അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇവിടെ വേണോ? അതുകൊണ്ട് നാളെ മുതൽ അച്ഛന് കൊടുക്കണ കഞ്ഞി തന്നെ മതി ഞങ്ങൾക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ കണ്ട എന്താ വിചാരിക്കുക? അത് വഴിയുണ്ടാക്കാം. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി. എന്നോട് വന്ന ഉടനെ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു.
ആ മധുട്ടാ അച്ഛനിപ്പഴെങ്ങനെയുണ്ട്? ആ കിടപ്പ് അങ്ങനെ തന്നെ ഞാൻ ദേ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നാ അപ്പോ ആശുപത്രിയിലാരാ നിൽക്കണേ? നീ ഇത്തിരി വെള്ളം കരുതേ. അല്ലതേ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിപ്പുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ അവിടെ പൂജയുടെ കാര്യത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാ. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടേ അടുത്ത് നിന്റെ വീട്ടിലാണല്ലോ. ഓ അങ്ങനെ ഒന്നുണ്ടല്ലേ. ആ 1-2 അടുത്തൊക്കെ നടന്നു. തൽക്കാലം എൻ്റെ വീട്ടിൽ ഇപ്പം നടത്തണ്ട. അല്ലടാ, ആശുപത്രി കേസ് അവിടെ നടന്നോട്ടെ, ഞങ്ങൾ വീട്ടിലൊന്ന് പൂജ എടുത്തിട്ട് പോയിക്കൊള്ളാന്ന്. അതല്ല മധുവേട്ടാ, അച്ഛൻ്റെ കാര്യം ഇത്ര റിസ്ക്കാണ്. ഇന്നോ നാളെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ പൂജ നടത്തിയാലേ നാളെ മറ്റന്നാൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പണിയാവും. ആൾക്കാർ പിന്നെ ഈ പരിപാടി തിരിഞ്ഞു നോക്കില്ല. ഓ അങ്ങനൊരു അവസ്ഥ ഉണ്ടല്ലേ. അതാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള മെമ്പർമാരുടെ വീട്ടിലൊക്കെ പൂജ നടത്ത്, എന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം നോക്കാം. അതല്ലേ പൂജ? ആ എന്നാ പിന്നെ അങ്ങനെ നോക്കാം. ശരി. എന്തെങ്കിലും ആശുപത്രി വിളിക്കണോട്ടാ. ആ അച്ഛാ, അതെ, ആരെ പറ്റിക്കാൻ ഈ ഉറക്കം? അച്ഛന് പഴയ പോലെ ക്ഷീണമൊന്നുമില്ലല്ലോ ഇപ്പോ? അത് ശരിയാ. ഇപ്പൊ മനസ്സിലൊരാശ്വാസമുണ്ട്. എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ. ആ, ഈ ആശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഭാരമൊക്കെ ദേ ഇവിടെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അച്ഛൻ ഇതുപോലെ തന്നെ ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. മനസ്സിലായില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അച്ഛൻ്റെ മെന്റൽ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വാർഡിലേക്ക് മാറാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ? വലിയൊരു ഹേർഡിലാണ് പുള്ളി ചാടിക്കിടന്നത്. വീട്ടിൽ വല്ല കോലാഹലങ്ങളും. അയ്യോ, അതെന്തായാലും നടക്കില്ല. നിങ്ങളിവിടെ വരുന്നവരെ ഞങ്ങൾ തന്നെയാണല്ലോ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നോക്കിക്കോളാം. ഇവിടെ വരുന്ന വരെ ശരി. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ശരിയല്ലാന്ന്. ശാന്തിന്റെ പെരുമാറ്റം ഞാൻ അന്ന് കണ്ടല്ലേ. പിന്നെ അമ്മേന്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അയ്യോ, അവരെപ്പോഴും അങ്ങനെയൊന്നും അല്ല പെരുമാറാറുള്ളത്. അല്ലായിരിക്കും, സമ്മതിച്ചിന്. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, പക്ഷെ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇരിക്കുക? അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളിവിടെ നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല, ഇവനേതാ? ഇങ്ങോട്ട് പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ ഓക്കെ ആയാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അയ്യോ, അത് പറ്റില്ല. അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ അച്ഛനെ കൊണ്ടുപോയാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഡിസ്ചാർജ് അച്ഛൻ എവിടെ നിന്ന് നാട്ടുകാരി ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയും? അതല്ലേ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ തന്നെ നിന്നോളാ. മൂപ്പര് അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മള് കൂടെ തന്നെ ഉണ്ടാവാം. ഞങ്ങൾ പറയണത് ഒന്ന് കേക്ക്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താ നടക്കാന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ടാ നമ്മളെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. അതുമല്ല, നമ്മളിപ്പോ അവിടെ താമസിക്കാനൊന്നുമല്ലല്ലോ വരുന്നേ. മൂപ്പര കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കിടക്കേണ്ട കാര്യമല്ലേ, അതിന് പുറത്ത് കണ്ടെങ്കിൽ നമ്മളൊരു മുറി നോക്കാം. ഇവിടെ പുറത്ത് താമസിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ വേണ്ട. അതും ഇവനെ കൊണ്ട്. ആ, ഞാനെന്നാ വേറൊരു കാര്യം പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നു. ഇവൻ തിരിച്ച് ശ്രീകണ്ഠാപുരത്തേക്ക് അങ്ങോട്ട് വെച്ചാൽ അതൊന്നും പറ്റില്ല. അമ്മയോടെ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിൽക്കും. ഓ